നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. ആശങ്ക ഒഴിഞ്ഞില്ല. കൂടരഞ്ഞിയിൽ കിണറിൽ വീണത് കടുവയോ പുലിയോ? ഇനി കേട്ടാസ്വദിക്കാം. പാലിയേറ്റീവ് രോഗികൾക്ക് റേഡിയോ നൽകി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത്. മുക്കം പോലീസ് സ്റ്റേഷൻ SI ആണെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മാനിപുരത്ത് വീടിന് മുൻപിൽ വാനിടിച്ച് 3 വയസ്സുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ തുരത്താൻ പകൽ വേട്ട നടത്തി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത്. വാർത്തകൾ വിശദമായി. കൂടരഞ്ഞി പെരുമ്പൂളിലെ കിണറ്റിൽ വീണത് കടുവയോ പുലിയോ എന്നതിൽ സ്ഥിരീകരണമായില്ല. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പെരുമ്പൂളയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിൽ അജ്ഞാതജീവി വീണതായുള്ള വിവരം ലഭിക്കുന്നത്. ജോലിക്കെത്തിയ 2 പേർ കടുവയെപ്പോലെ ഒരു ജീവിയെ കണ്ടതായി സംശയം പ്രകടിപ്പിച്ചതോടെ പിന്നീട് തിരച്ചിലിനുള്ള ശ്രമം ആരംഭിച്ചു. വെള്ളമില്ലാത്ത ആഴമുള്ള കിണറിന് താഴ്ഭാഗത്ത് ഒളിഞ്ഞിരിക്കാൻ പാകത്തിൽ വലിയ മാളമുണ്ടായത് തെരച്ചിലിന് തടസ്സം സൃഷ്ടിച്ചു. വനം വകുപ്പ്, അഗ്നിരക്ഷാസേന, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആദ്യഘട്ടത്തിൽ കിണറിലെ മാളത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ജീവിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തി. പിന്നീട് കിണറ്റിലേക്ക് ക്യാമറ ഇറക്കിയുള്ള പരിശോധനയിലും ഒന്നും കണ്ടെത്താനായില്ല. വനം വകുപ്പിൻ്റെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് രാത്രിയോടെ സ്ഥിരീകരണത്തിനുള്ള സാധ്യതയിൽ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ആൾക്കൂട്ട ബഹളം ഇല്ലാതാവുന്നതോടെ മാളത്തിൽ നിന്ന് ഈ ജീവി പുറത്തിറങ്ങുമെന്നും ക്യാമറയിൽ പതിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ന് രാവിലെയോടെയുള്ള പരിശോധനയിൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അതോടെ മാത്രമേ ആശങ്ക ഒഴിയുകയുള്ളൂ. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്ക് റേഡിയോ സമ്മാനിച്ചു. ജീവിതം 4 ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട് പലപ്പോഴും തൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പറയാൻ ഒരാളെ കൂട്ടിന് കിട്ടാതെ വീടകങ്ങളിൽ കഴിയുന്ന പാലിയേറ്റീവ് രോഗികൾക്ക് സാന്ത്വന സ്പർശവുമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത പാലിയേറ്റീവ് രോഗികൾക്കാണ് വാർത്തകൾ കേൾക്കുന്നതിനും പാട്ട് കേൾക്കുന്നതിനും ഒറ്റപ്പെടൽ ഒഴിവാക്കുന്നതിനുമൊക്കെ റേഡിയോ വിതരണം ചെയ്തത്. ചടങ്ങ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര അധ്യക്ഷത വഹിച്ചു. പ്രമുഖ വ്യവസായി സിദ്ദീഖ് പുറായിൽ മുഖ്യ അതിഥിയായിരുന്നു. നിലവിൽ പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടി പഞ്ചായത്തിൽ സ്വന്തമായി പാലിയേറ്റീവ് മന്ദിരം നിർമ്മിക്കുകയും ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് പ്രസിഡന്റിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക ഫണ്ട് അനുവദിക്കുകയും ഡയാലിസിസ് കിറ്റുകൾ നൽകുകയും ഉൾപ്പെടെ ചെയ്തു വരുന്നുണ്ട്. റേഡിയോ വിതരണ ചടങ്ങിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സത്യൻ മുണ്ടയിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മൂത്തേടത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഷ്റഫ് തച്ചാറബത്ത്, K കൃഷ്ണദാസ്, റുഖ്യ റഹീം, മുൻ വൈസ് പ്രസിഡന്റ് MT അഷ്റഫ്, EP ബാബു, സമാൻ ചാലുളി, സലാം തേക്കുംകുറ്റി, EP ഉണ്ണികൃഷ്ണൻ, TM ജാഫർ എന്നിവർ സംസാരിച്ചു. മുക്കം പോലീസ് സ്റ്റേഷൻ SI ആണെന്ന് പറഞ്ഞ് മുക്കത്തെ ബ്യൂട്ടി ലേഡീസ് ടൈലറിംഗ് എന്ന സ്ഥാപനത്തിലെത്തി പണം തട്ടിയ കേസിൽ ഉൾപ്പെട്ട കാസർഗോഡ് തളങ്കര സ്വദേശി മുസ്തഫയെ അറസ്റ്റ് ചെയ്തു. മുക്കം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ AK മനോജ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിനായി മുക്കത്തെ കടയിലെത്തിച്ചത്. പ്രതിക്ക് മുക്കം, ഫറൂഖ്, മാവൂർ, പന്തീരങ്കാവ്, തിരൂരങ്ങാടി, തളിപ്പറമ്പ്, കണ്ണൂർ, കാസർഗോഡ്, മഞ്ചേശ്വരം, വിദ്യാനഗർ, തളിപ്പറമ്പ് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ സമ്മാനം നൽകിയ 3 തയ്യൽ മെഷീൻ കൈവശമുണ്ടെന്നും അത് വേണമെങ്കിൽ ചെറിയ വിലക്ക് നൽകാമെന്നും പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. കൃഷി നശിപ്പിക്കുകയും സൂര്യജീവിതത്തിന് ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്ത ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുന്നതിനായി പകൽ നായാട്ട് നടത്തി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത്. 20 ഷൂട്ടർമാരും വേട്ടനായ്ക്കളും ഉൾപ്പെട്ട സംഘം വിവിധയിടങ്ങളിൽ നായാട്ട് നടത്തി. നിലവിൽ 6ഓളം പന്നികളെ വകവരുത്തി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം നായാട്ട് നിർത്തിവെക്കേണ്ടി വന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ, വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മൂത്തേടത്ത്, സത്യൻ മുണ്ടയിൽ, ADC മെമ്പർമാർ K ഷാജികുമാർ, T ഹരിദാസൻ, ഇസ്മായിൽ മേച്ചേരി, AT ആലിക്കുട്ടി, കിഫയുടെ ജോർജ് ജോസഫ്, ടെന്നി ചീറമുഖത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പകൽ പന്നിവേട്ട നടത്തിയത്. മാനിപുരത്തുണ്ടായ വാഹനാപകടത്തിൽ 3 വയസ്സുകാരൻ മരിച്ചു. അമ്മയുടെ കൺമുന്നിൽ വെച്ചായിരുന്നു അപകട മരണം. മാനിപുരം സ്വദേശി മുനീറിൻ്റെ മകൻ ഉവൈസാണ് മരണത്തിന് കീഴടങ്ങിയത്. സ്കൂൾ വിട്ടുവരുന്ന സഹോദരിയെ കൂട്ടിക്കൊണ്ടുവരാനായി അമ്മയ്ക്കൊപ്പം പോയതായിരുന്നു 3 വയസ്സുകാരനായ ഉവൈസ്. സഹോദരിയെ വാനിൽ നിന്ന് ഇറക്കി ഡോർ അടയ്ക്കുന്ന സമയം അമ്മയുടെ കൈവിട്ടുപോയ കുട്ടി സഹോദരി വന്നിറങ്ങിയ അതേ വാനിൻ്റെ മുന്നിൽ പെടുകയായിരുന്നു. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.